നമസ്കാരം. പാലക്കാട് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോണത് നമ്മുടെ പാലക്കാടിലെ നമ്മുടെ കണ്ണനൂരിക്കും കുഴൽമന്നത്തേക്കും ഇടയിൽ ഉള്ള പുതുക്കോട് വരുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരേ കാമ്പൗണ്ടകത്ത് 2 വീടായിട്ടുള്ള ഒരു പ്രോപ്പർട്ടീനെയാണ് പരിചയപ്പെടാൻ വേണ്ടി പോണത്. ഇന്ന് പരിചയപ്പെടാൻ വേണ്ടി പോണ പ്രോപ്പർട്ടി ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിക്ക് വരുന്ന വഴി. അത്യാവശ്യം എല്ലാവരുടെയും വീടുകൾ നിറയെയുള്ള ഒരു കോളനിയിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വന്നിട്ട് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ കാണാൻ പോണ പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടിയാണ്. ഇത് വന്നിട്ട് മൊത്തം വന്നിട്ട് 11 സെൻറ്റ് സ്ഥലമുണ്ട്. അതിൽ 2 വീടുകളാണ് ഉള്ളത്. 2 വീടുകളും 2 ബെഡ്റൂം ഹാള് കിച്ചണായിട്ടുള്ള വീടുകളാണ്. 2 ഒരേ മോഡലാണ്. ഇതാണ് നമ്മുടെ വീടിൻ്റെ എൻട്രൻസ് ഭാഗം വരുന്നത്. വന്ന വഴിക്ക് നല്ലൊരു ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ആകപ്പാട് ഒരു 9 വർഷം പഴക്കമുള്ള വീടാണ് ഈ ഉമ്മറത്ത് കാണുന്ന വീട്. അതേ ബാക്ക് സൈഡ് ഈ വഴി കൂടെ പോയിട്ട് സ്ട്രൈറ്റ് കാണുന്ന വീട് അതും ഇതേ മോഡലുള്ള വീട് തന്നെയാണ്. അത് വന്നിട്ട് ഏകദേശം ഒരു 13 to 14 വർഷം പഴക്കമുള്ള വീട് തന്നെയാണ്. ഒരേ മോഡലാണ്. 2 വീടും ഒരേ മോഡൽ തന്നെയാണ്. അപ്പോൾ ഞാൻ വന്നിട്ട് ഡയറക്റ്റായിട്ട് ആ വീട്ടിൽ പോകുക. ആൾറെഡി ഇവിടെ വന്നിട്ട് ഉടമസ്ഥൻ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 വീടും ഒരേ മോഡലായതുകൊണ്ട് നമുക്ക് ആ വീട് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടീൻ്റെ ഈ ഉമ്മറത്തെ വസ്തു എല്ലാവരുടെയും ഒന്നും ഷീറ്റൊക്കെ ധാരാളം ഇട്ടിട്ടുണ്ട്. അതേപോലെ ഈ പരിസരത്ത് വന്നിട്ട് കുറച്ചും കൂടി സ്ഥലമുണ്ട്. ആ കാമ്പൗണ്ട് വരെ നമ്മളുടെ സ്ഥലമുണ്ട്. ഒരു 5-6 തെങ്ങുകളുണ്ട്. അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട മരങ്ങളില്ലതും ഈ കാമ്പൗണ്ട് അകത്ത് തന്നെ ഉണ്ട്. വീടിൻ്റെ വെള്ളത്തിൻ്റെ സൗകര്യം എന്ന് നോക്കുന്ന സമയത്ത് ബോർവെള്ളും ഉണ്ട്, പഞ്ചായത്തിൻ്റെ വാട്ടറും കൂടി ഉണ്ട്. നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വന്നിട്ട് ഈസ്റ്റ് ഫേസ് ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ കണ്ണനൂർ ജംഗ്ഷനിൽ നിന്ന് കുഴൽമന്നം പോകുന്നതിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. പുതുക്കോട് എന്നാണ് സ്ഥലം. ഹൈവേന്ന് വെറും 300 മുതൽ 400 മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഒന്ന് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് വീടിൻ്റെ അകത്ത് കയറി എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് വീടിൻ്റെ എൻട്രൻസ് ഭാഗം. കയറി വന്ന വഴിക്ക് നല്ല രീതിക്കുള്ള ഒരു ഇരുമ്പ് ഡോറ് വെച്ചിട്ടുണ്ട്. ചെറിയൊരു സിറ്റ് ഔട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം കുറച്ച് പേർക്ക് ഇരിക്കുന്നത്ര സ്ഥല സൗകര്യം ഇതിൻ്റെ അകത്തുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ഫ്രണ്ടേജ് നോക്കിക്കഴിഞ്ഞാൽ ഈ മുറ്റം വന്നിട്ട് ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് അതുവരെ ധാരാളം നമുക്ക് മുറ്റമുള്ള ഒരു വീടാണ് ഈ വീട്. ഇവിടെ നല്ലൊരു ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് വീടിൻ്റെ ഹാള്. 2 വീടുള്ളത് കൊണ്ട് ഒരു വീട്ടിൽ നമുക്ക് താമസിക്കുകയും ചെയ്യാം, ഇനിയൊരു വീട് വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്യാം. ഇവിടെ വരുന്ന സമയത്ത് പൂജാമുറിയാണത്. ഇതാണ് വീടിൻ്റെ ഡൈനിങ് റൂം. അത്യാവശ്യം വീതി കൂടിയ നല്ല രീതിക്കുള്ള ഒരു ഡൈനിങ് ഏരിയയാണ്. ഇവിടെ അത്യാവശ്യം സെൽഫ് കനലെഴുത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും സാധനം വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാൻ പറ്റിയ രീതിക്ക്. ഈ വീട്ടിൽ കുറച്ചായിട്ട് താമസമില്ല, വെറുതെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വാഷ് ബേഷനും കാര്യങ്ങളൊക്കെ ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അതേസമയത്ത് വീടിൻ്റെ 2 ബെഡ്റൂം പറഞ്ഞു. ആദ്യത്തെ ബെഡ്റൂമായിട്ട് നമുക്ക് ഈ ബെഡ്റൂം കാണാം. അത്യാവശ്യം വീതി കൂടിയ നല്ലൊരു ബെഡ്റൂമാണ്. ഇതിൻ്റെ കബോർഡ് കാര്യങ്ങളെല്ലാം ഈ ഭാഗത്ത് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ അറ്റാച്ച് ബാത്റൂം വന്നിട്ട് ഇവിടെയാണുള്ളത്. വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം ഇപ്പുറത്താണ്. ഇതാണ് വീട്ടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം. കുറച്ചായിട്ട് ഇവിടെ ആളില്ലാത്തത് കൊണ്ട് അവരുടെ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയായിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ അറ്റാച്ച് ബാത്റൂം വന്നിട്ട് ഇവിടെയാണുള്ളത്. ഇപ്പോൾ വീടിൻ്റെ അടുക്കള ഭാഗം വരുന്നത് ഈ ഭാഗത്താണ്. കിഴക്ക് വടക്ക് ഭാഗത്താണ് അടുക്കള വരുന്നത്.
ഇതാണ് അടുക്കള. അടുക്കളയിൽ നല്ല രീതിക്കുള്ള സെൽഫും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. വീട്ടിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളം വന്നിട്ട് ബോർ വെള്ളമുണ്ട്, പഞ്ചായത്ത് വാട്ടറുണ്ട്. ഇത് കഴിഞ്ഞാൽ ഇപ്പുറത്ത് വരുമ്പോൾ ഇവിടെ വന്നിട്ട് വർക്ക് ഏരിയ ഉണ്ട്. ഇവിടെ തന്നെ പുകയില്ലാത്ത അടുപ്പും വെച്ചിട്ടുണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ വയ്ക്കുന്ന രീതിയിലുള്ള സെൽഫും കാര്യങ്ങളുള്ളതും ഇവിടെയുണ്ട്. ഇത് കൂടാതെ ഇവിടെ ഒരു ഇരുമ്പ് ഡോർ കൊടുത്തിട്ടുണ്ട്. ഇത് തുറന്നാൽ നമുക്ക് അങ്ങനെ പുറത്തു പോകാനൊക്കെ കഴിയും. അപ്പോൾ ഈ വീട്ടിലേക്കും ഉമ്മറത്തുള്ള ആ വീട്ടിലേക്കും എന്താ വ്യത്യാസം നോക്കുമ്പോൾ, ഈ വീട്ടിൽ ഉള്ളിൽ കൂടെ സ്റ്റെയർ കേസ് ഉണ്ട്, മറ്റു വീട്ടിൽ പുറത്തേക്ക് കൂടെ സ്റ്റെയർ കേസ് ഉണ്ട്. ഇത് ഒന്ന് മാത്രമേ മാറ്റമുള്ളൂ. പിന്നെ സ്ക്വയർ ഫീറ്റിൽ ചെറിയൊരു മാറ്റമുണ്ട്. അത് കുറച്ചും കൂടി വലിയ വീടാണ്. രണ്ട് വീടും കൂടിയിട്ടാണ് നമ്മുടെ ഈ ഓർഡേഴ്സ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. മുകളിൽ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് കാണാം. ഇവിടെ ഒരു സ്റ്റെയർ കേസ് റൂം മാത്രമേ ഉള്ളൂ. ഇവിടെ നല്ല രീതിയിലുള്ള ഒരു ഇരുമ്പ് ഡോർ കൊടുത്തിട്ടുണ്ട്. നല്ല മഴയുണ്ട്, ഈ സമയത്ത് നല്ല മഴയുണ്ട് ഇവിടെ. ഈ തൊട്ടടുത്ത് കാണുന്നത് ഒരു അമ്പലമാണ്. ഇത് ശിവക്ഷേത്രമാണ്. അപ്പോൾ നമുക്കുണ്ട് ഈ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മൊത്തം വന്നിട്ട് 11 സെൻറ്റ് സ്ഥലമുണ്ട്. അതിൽ 2 വീടാണ് ഉള്ളത്. നമുക്കുണ്ട് ഈ വീടൊന്ന്, ഇതിൻ്റെ ഉമ്മർത്ത് നല്ല വൃത്തിയുള്ള ഡീസൻ്റ് ആയിട്ടുള്ള കുഞ്ഞൊരു വീട് കൂടിയുണ്ട്. ആ വീട് വന്നിട്ട് 1200 സ്ക്വയർ ഫീറ്റോളം വരും. നമുക്കുണ്ട് ഈ വീട് വന്നിട്ട് ഏകദേശം 1000 മുതൽ 1200 സ്ക്വയർ ഫീറ്റ് വരും. അപ്പോൾ ഒരേ കാമ്പൗണ്ടിനുള്ളിൽ 2 വീടാണ് നമുക്ക് ഒരുമിച്ച് കൊടുക്കാനുള്ളത്. ഈ സ്ഥലം എവിടെയാണെന്ന് ഒന്നും കൂടി പറയാം. ഈ സ്ഥലത്തിന് ലോക്കൽ നെയിം വന്നിട്ട് പുതുക്കോട് എന്നാണ് പറയുക. അതായത് പാലക്കാട് നിന്ന് നമ്മൾ തൃശ്ശൂർ പോണ വഴിക്കൂടെ കണ്ണനൂർ ജംഗ്ഷൻ ഉണ്ട്. കണ്ണനൂർ ജംഗ്ഷനിൽ നിന്ന് ഇവിടേക്ക് 1.5 കിലോമീറ്റർ മാറ്റം വരും. അതേപോലെ ഇവിടെ നിന്ന് അങ്ങനെ തൃശ്ശൂർ റൂട്ടിൽ കൂടെ പോകുമ്പോൾ നെക്സ്റ്റ് 1 കിലോമീറ്റർ കഴിഞ്ഞാൽ പഴമന്നം ജംഗ്ഷൻ എത്തും. അപ്പോൾ ഹൈവേന്ന് നമ്മുടെ ഇവിടേക്ക് ആകപ്പാട് ഒരു 300 മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ 2 വീട് വന്നിട്ട് ഈസ്റ്റ് ഫേസ് ആണ്. അത്യാവശ്യം കുറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് ഫ്രണ്ടേജ് ഫുള്ളി ഷീറ്റൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയുള്ള വീടാണ് ഈ വീട്. വീട്ടിൻ്റെ വെള്ളത്തിൻ്റെ സൗകര്യം ബോർവെള്ളമുണ്ട്, കൂടാതെ പഞ്ചായത്തിൻ്റെ വാട്ടർ കൂടി ഉണ്ട്. അപ്പോൾ താമസിക്കാൻ പറ്റിയ രീതിക്കുള്ള നല്ലൊരു കോളനിയിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഒന്ന് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോപ്പർട്ടീൻ്റെ ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റ് വന്നിട്ട് 67 lakhs ആണ്, 67 ലക്ഷം രൂപ. നേരിട്ടൊന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ പ്രൈസിന് ചെറിയൊരു നെഗോഷിയബിളും തയ്യാറാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ പ്രോപ്പർട്ടി എടുക്കുക എന്ന താല്പര്യമുള്ള വ്യക്തികൾ എന്നെ വിളിക്കുക. ശിവദാസാണ്, പാലക്കാട് പ്രോപ്പർട്ടീസ്. നിങ്ങളുടെ ഇടപാടുകൾ ഏതുണ്ടെങ്കിലും വളരെ ക്ലിയർ ആയിട്ട് ചെയ്തു തരുന്നതാണ്. കൂടാതെ ബാങ്ക് ലോൺ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അതും കൂടി ചെയ്തു തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഏകദേശം ഒരു 400 വീടോളം നമുക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ വേണമെന്നുള്ളവർ നേരിട്ട് ഓഫീസായിട്ട് ബന്ധപ്പെട്ട് ഓഫീസിൽ വന്നാൽ നമുക്കൊന്ന് കൂടുതൽ ഡീറ്റെയിൽ അവിടെ നിന്ന് തരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ പ്രോപ്പർട്ടി എടുക്കാമെന്ന് താല്പര്യമുള്ള വ്യക്തികൾ എന്നെ വിളിക്കുക. നന്ദി, നമസ്കാരം.